ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. മോർണിംഗ് സാർ. Good morning, sir. കുറച്ച് പേരുടെ വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. ഇസാൻ, ഇർഫാൻ, റൂബി, ഫാത്തിമ, ഐഷ, സലീം, സാമുവൽ, മെഹബൂബ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ 3 ഇലക്ട്രോ കെമിസ്ട്രി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. ഇതിനകത്ത് ഡാനിയൽ സെല്ലിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഡാനിയൽ സെല്ല് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത്? എത്ര കമ്പാർട്ട്മെന്റ് ആണ് ഡാനിയൽ സെല്ലിനുള്ളത്? സലാവുദ്ദീൻ, എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ട്? സാർ രണ്ടെണ്ണം. 2 കമ്പാർട്ട്മെന്റ്. ഏതൊക്കെയാണ് 2 കമ്പാർട്ട്മെന്റ്? രണ്ട് ഹാഫ് സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും. സിങ്ക് കമ്പാർട്ട്മെന്റും കോപ്പർ കമ്പാർട്ട്മെന്റും, അല്ലെങ്കിൽ സിങ്ക് ഹാഫ് സെല്ലും കോപ്പർ ഹാഫ് സെല്ലും, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. കമ്പാർട്ട്മെന്റ് എന്ന് പറയാം. സാധാരണ കമ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. നിങ്ങൾ ഹാഫ് സെൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. എന്താണ് സിങ്ക് ഹാഫ് സെല്ലും കോപ്പർ ഹാഫ് സെല്ലും ആണ് നമുക്ക് ഡാനിയൽ സെല്ലിലുള്ളത്. ഇതിന്റെ അകത്ത് ആരാണ് ഓക്സിഡേഷന് വിധേയമാകുന്നത്? സ്വാലിഹ, സിങ്ക് ആണോ കോപ്പർ ആണോ ഓക്സിഡേഷന് വിധേയമാകുന്നത്? സിങ്ക് ആണ് ഓക്സിഡേഷന് വിധേയമാകുന്നത്. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആരാണ്? സിങ്ക് ആണ്. അപ്പൊ ഇലക്ട്രോണിനെ വാങ്ങുന്നത് ആരാണ്? കോപ്പർ ആണ്. സോ കോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഏത് കോപ്പർ? സൊല്യൂഷനിലുള്ള Cu2+, അല്ലെ? Cu2+ അയോൺസ് ആണ് ഇലക്ട്രോണിനെ വാങ്ങുന്നത്, എന്നിട്ട് അത് കോപ്പർ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിഡോക്സ് റിയാക്ഷൻ. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, തൊട്ടടുത്ത് തന്നെ കോപ്പറിന് റിഡക്ഷനും സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അതായത് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അല്ലെ? വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് തന്നെ 2 രീതിയിലുണ്ട്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോഡിന് ഓക്സിഡേഷന് വിധേയമാവാനുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ കൊടുക്കുക. അപ്പൊ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഒന്ന് കൂടുതലാണെങ്കിൽ മറ്റേത് കുറവായിരിക്കും എന്ന് ഓർത്താൽ മതി നിങ്ങൾ. ഒരാൾക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമായിട്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്നാണ്. ഇനി ഒരാൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ടും കൂടെ കൂടിയിരിക്കൊന്നുമില്ല. ഒരെണ്ണം കൂടുതലാണെങ്കിൽ മറ്റേത് എന്തായാലും കുറവായിരിക്കും. അപ്പൊ എനിക്കിപ്പോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇനി എനിക്ക് ഇലക്ട്രോണിനെ വാങ്ങാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം വൃത്തിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? അപ്പൊ ഇനി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ കുറെ മെറ്റൽസ് എടുത്തു. സിങ്ക്, കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഇങ്ങനെ കുറെ മെറ്റൽസ് എടുത്തു എന്ന് വിചാരിക്കുക. ഈ മെറ്റൽസിനൊക്കെ എന്തുണ്ട്? ഒരു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഈ രണ്ടും കൂടെ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നമുക്ക് സംശയം, അത് ഏതാ ഈ പുള്ളി പറയുന്നത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണോ പറയുന്നത്,
അതോ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണോ പറയുന്നത് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ അമേരിക്കയും ജപ്പാനും ഇന്ത്യയും എല്ലാവരും കൂടെ റഷ്യ എല്ലാവരും കൂടെ ഉള്ള ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് പ്ലാറ്റിനം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. പക്ഷെ അവിടെ കേട്ടിരിക്കുന്നവർ വിചാരിക്കുന്നത് ഞാൻ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയുന്നതെന്നാണ്. അപ്പൊ അതൊരു കൺഫ്യൂഷന് കാരണമാവും. കാരണം ഞാൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവര് മൊത്തം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൽ തന്നെ കുറെ പേര് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കുന്നു, കുറെ പേര് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കുന്നു. ആകെ കൺഫ്യൂഷൻ ആവുന്നു. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC അവര് തീരുമാനിച്ചു എന്താണ്, ഇനി മുതൽ നമ്മൾ ഒരു വസ്തുവിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിനെയാണ്, ഇറ്റ് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ഇലക്ട്രോഡ്. ആ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ ആയിരിക്കണം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വസ്തുവിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ചുമ്മാ പറയുന്നുള്ളെങ്കിൽ അത് എന്തിനു ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും, റിഡക്ഷൻ പൊട്ടൻഷ്യലിന് ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല. അപ്പൊ ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ പറ്റി മറന്നേക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ഇറ്റ് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കാര്യമാണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വാട്ട് ഈസ് സെൽ പൊട്ടൻഷ്യൽ, എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. സെൽ പൊട്ടൻഷ്യൽ. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സലാഹുദ്ദീൻ ആ വീഡിയോ ഒന്ന് ഓഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ എന്നാ എഴുതി തന്ന നോട്ട് കയ്യിലിരിക്കുന്നുണ്ടോ? വേറെ ബുക്ക് കഴിഞ്ഞ ദിവസത്തെ അല്ല, ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ എഴുത്തന്നില്ലായിരുന്നു നോട്ട്. മാളവികയുടെ ആയിട്ടുണ്ടോ ആരുടെയെങ്കിലും കയ്യില്? അപ്പൊ അതിന്റെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ച ആയിഷ. Last, the tendency of an electrode to gain electrons which when it is in the contact with its own salt solution is called a reduction potential. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും വരെ എഴുതി നിർത്തിയിട്ടുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എടുക്കണേന്നുള്ള കാര്യം അടുത്ത സെന്റൻസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് എഴുതിക്കോളൂ എല്ലാവരും. ആ നോട്ട് എവിടെന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കുക കേട്ടോ. ഞാൻ എഴുതി തന്നിട്ടുണ്ട്, ഇത്തിരി വലിയ നോട്ടായിരുന്നു. ഓക്കെ. അക്കോർഡിംഗ് ടു IUPAC എഴുതിക്കോ. അക്കോർഡിംഗ് ടു IUPAC according to IUPAC convention കേട്ടോ, അങ്ങനെ എഴുതിക്കോ. according to IUPAC convention comma standard reduction potential is taken as standard reduction potential is taken as the standard electrode potential. Standard reduction potential is taken as the standard electrode potential. എന്നിട്ട് നിങ്ങൾ ഈ ഹെഡിങ് അടുത്ത ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് സെൽ പൊട്ടൻഷ്യൽ എന്ന് ഹെഡിങ് കൊടുക്കുക. സെൽ പൊട്ടൻഷ്യൽ. എന്താണ് സെൽ പൊട്ടൻഷ്യൽ? The potential difference between the two electrodes, electron അല്ല electrode, the potential difference between the two electrodes ബ്രാക്കറ്റിൽ എഴുതുക ആനോഡ് ആൻഡ് കാഥോഡ്. ബ്രാക്കറ്റിലെ ആനോഡ് ആൻഡ് കാഥോഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഗാൽവാനിക് സെൽ is called cell potential.
is called cell potential. Full stop. The unit is എന്നിട്ട് ഇതുപോലെ എഴുതുക. The unit is volts. Volt ആണ് അതിന്റെ യൂണിറ്റ്. The unit is volt. അപ്പൊ എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോ പഠിച്ച സെല്ലിന്റെ പേരെന്താ? ഡാനിയൽ സെല്ല് അല്ലെ? ഡാനിയൽ സെല്ല്. അപ്പൊ ഈ ഡാനിയൽ സെല്ലിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ലഭിക്കും എന്നുള്ളതാണ് സെൽ പൊട്ടൻഷ്യൽ എന്നുള്ളത്. അതായത് ഒരു സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ. നമ്മൾ പറയാറില്ലേ 1 വോൾട്ടിന്റെ ബാറ്ററി, 3 വോൾട്ടിന്റെ ബാറ്ററി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അത് എത്ര പൊട്ടൻഷ്യൽ ആണ് നമുക്ക് ആ സെല്ലിൽ നിന്ന് ലഭിക്കുന്നത്, അതിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ശരിക്കും അത് എന്താണ്? അതിൻ്റെ അകത്തുള്ള ആനോഡിന്റെയും കാഥോഡിന്റെയും പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അതായത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താ കാഥോഡിന്റെ പൊട്ടൻഷ്യൽ, എന്താ ആനോഡിന്റെ പൊട്ടൻഷ്യൽ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഡാനിയൽ സെൽ എടുത്താൽ അതിന്റെ അകത്ത് ആനോഡ് ആരാ? സിങ്ക് ആണ്. കാഥോഡ് ആരാണ്? കോപ്പർ ആണ്. ഇതിന്റെ അകത്ത് ആർക്കാണ് പൊട്ടൻഷ്യൽ കൂടുതൽ? നിങ്ങൾക്ക് പറയാമോ? ആർക്കായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ? സിങ്കിനായിരിക്കോ പൊട്ടൻഷ്യൽ കൂടുതൽ, അതോ കോപ്പറിനായിരിക്കോ പൊട്ടൻഷ്യൽ കൂടുതൽ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ആർക്കായിരിക്കും? സിങ്കിനായിരിക്കോ കൂടുതൽ, കോപ്പറിനായിരിക്കോ കൂടുതൽ? അഭിരാമിക്ക് പറയാമോ ഏതിനായിരിക്കും കൂടുതലെന്ന്? സിങ്കിനാണോ സാർ? എന്തുകൊണ്ട് അഭിരാമി സിങ്ക് എന്ന് പറഞ്ഞു? അഭിരാമി, അവിടെ ഓക്സിഡേഷൻ അല്ലേ നടക്കണേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയൂ അഭിരാമി. വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? IUPAC പറഞ്ഞതനുസരിച്ച് എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോണിനെ കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാനോ ഉള്ള കഴിവ്. അത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ജനറൽ ഡെഫിനിഷൻ. അത് തന്നെ രണ്ട് രീതിയിലില്ലേ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടല്ലോ. ഇതിനകത്ത് IUPAC നമ്മളോട് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാൻ പറഞ്ഞേക്കണത് എന്തിനെയാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തെ അഭിരാമി എങ്ങനെ വായിക്കണം? ഏത് ഇലക്ട്രോഡിനാണ് പൊട്ടൻഷ്യൽ കൂടുതലെന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഏത് ഇലക്ട്രോഡിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതാ പറഞ്ഞ ഞാൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് എടുത്ത് പറയില്ല. ഇനി ഞാൻ പൊട്ടൻഷ്യലിനെ പറയുള്ളൂ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അഭിരാമി മനസ്സിലാക്കേണ്ടത് എന്താ? റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് ഈ സാറ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോണം. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയില്ല എന്ന്. കാരണം IUPAC നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മതി. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ അഭിരാമി? ഒരു വസ്തു റിഡക്ഷന് വിധേയമാകാനുള്ള ടെൻഡൻസി, അതിനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ ആരാ റിഡക്ഷൻ വിധേയമായത്? കോപ്പർ ആണോ സിങ്ക് ആണോ? കോപ്പർ. അപ്പൊ ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? കോപ്പറിന്. കാരണം കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. പുള്ളിക്ക് റിഡക്ഷന് വിധേയമാകാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ടാണ് പുള്ളി റിഡക്ഷൻ വിധേയമായത് അല്ലെ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു റിഡക്ഷന് വിധേയമാകാനുള്ള ടെൻഡൻസി, അതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് കോപ്പറിനാണ് കൂടുതൽ. അപ്പൊ ഇവിടെ ആർക്കാണ് പൊട്ടൻഷ്യൽ കൂടുതൽ? കോപ്പർ. അപ്പൊ കോപ്പറിന്റെ പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിന്റെ പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ആ ആൻസർ ആണ് എന്ത്? ഈ ഡാനിയൽ സെല്ലിന്റെ മൊത്തം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡാനിയൽ സെല്ലിന്റെ മൊത്തം പൊട്ടൻഷ്യൽ. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്താ ഫിമോളെ? ഒന്നുകൂടെ പറയാമോ? ഫിമോളെ ഇച്ചിരി വൈകി പോയല്ലോ, ഉറങ്ങിപ്പോയോ? ഇല്ല, യാത്രയിലായിരുന്നു. ഓക്കെ. ഫിമോളെ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് സെൽ പൊട്ടൻഷ്യൽ? അപ്പൊ ഫിമോക്ക് ഡാനിയൽ സെൽ നമുക്ക് ഓർമ്മയില്ലേ? അപ്പൊ ആ ഡാനിയൽ സെല്ലില് നമുക്ക് ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട് അല്ലെ? ആനോഡ് ആരാണ്? സിങ്ക് ആണ് ആനോഡ്. ആരാണ് കാഥോഡ്? കോപ്പർ ആണ് കാഥോഡ്. ഈ രണ്ടുപേരും ഉണ്ട്, ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ഇനി ഈ രണ്ടുപേർക്കും ഇലക്ട്രോണിനെ കൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കാനോ ഉള്ള കഴിവുള്ള ആൾക്കാരാണ് അല്ലെ? സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ള ആളാണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ മേടിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിങ്കിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. കാരണം എന്താ? സിങ്ക് ഓക്സിഡേഷൻ ആണല്ലോ വിധേയമാവുന്നത്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അല്ലെങ്കിൽ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അങ്ങനെയും പറയാം, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്.
ഇനി കോപ്പറിന്റെ കാര്യമാണെങ്കിൽ നേരെ തിരിച്ചാ. കോപ്പറിന് ഇലക്ട്രോണിനെ വാങ്ങാനാണ് ടെൻഡൻസി. അതായത് പുള്ളിയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്, പുള്ളിയുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവാണ്. പക്ഷെ നമ്മളോട് IUPAC പറയുകയാണ് നിങ്ങൾ ഈ രണ്ട് പൊട്ടൻഷ്യലിനെ പറ്റി ഇങ്ങനെ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട. നിങ്ങൾ ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റി ചിന്തിച്ചാൽ മതി? റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് IUPAC നമ്മളോട് പറഞ്ഞേക്കുവാണ്. UPSC എന്ത് പറഞ്ഞേക്കുവാണ്? ഒരാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം, അല്ലാണ്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നല്ല. ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ, അതായത് IUPAC നമ്മളോട് പറഞ്ഞ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് കൂടുതൽ? കോപ്പറിനാണ് കൂടുതൽ. സിങ്കിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അത് കോപ്പറിന് ഇച്ചിരി കൂടുതൽ, സിങ്കിന് ഇച്ചിരി കുറവ്, അല്ലെ? സോ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്. അപ്പൊ അവർ തമ്മിലുള്ള ആ ഡിഫറൻസ്, ആനോഡും കാഥോഡും തമ്മിലുള്ള ആ പൊട്ടൻഷ്യലിനുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, എന്നാ ഫിമോൾ ആ ഡെഫിനേഷൻ അങ്ങ് എഴുതിയെടുത്തോ. സെൽ പൊട്ടൻഷ്യൽ എന്ന് ഹെഡിങ് കൊടുത്ത് എന്നിട്ട് ഞാൻ ആ ഡെഫിനേഷൻ ഒന്നുകൂടെ പറയാം. ബാക്കിയുള്ളവർ എഴുതിയതാ. സെൽ പൊട്ടൻഷ്യൽ, the potential difference between the two electrodes, electron allato electrodes, ബ്രാക്കറ്റിൽ ആനോഡ് ആൻഡ് കാഥോഡ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. in a galvanic cell is called cell potential. Full stop. The unit is volt. Volt ആണ് എൻ്റെ യൂണിറ്റ്. The unit is volts. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അടുത്ത ഒരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അടുത്ത ഹെഡിങ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇപ്പൊ ഞാൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലെ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ കൊടുക്കാനോ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ IUPAC പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്, അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ എന്തായിരിക്കും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? എന്തായിരിക്കും? ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വാക്ക് കൂടെ വന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും അത് തമ്മിലുള്ള വ്യത്യാസം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെ പിന്നെ അങ്ങനെ നമ്മള് രണ്ടുപേരിട്ട് വിളിക്കുവല്ലേ? അഫിമോളല്ലേ വൈകുന്നേ? അഫിമോൾക്ക് ഒരു ശിക്ഷയായിട്ട് ഇരിക്കട്ടെ ഇത്. അഫിമോള് തന്നെ പറഞ്ഞിട്ട് ഉത്തരം എന്നാണ്? എന്തെങ്കിലും സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതന്നെ. അതായത് നമ്മള് ഒരു വസ്തുവിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? 298 കെൽവിൻ ടെമ്പറേച്ചർ, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. നമ്മൾ ആദ്യം തന്നെ ഈ കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. 298 കെൽവിൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തു, ഒരു ATM പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തു. ഇങ്ങനെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ നമ്മൾ ഒരു വസ്തുവിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം, അല്ലാണ്ട് മെഷർ ചെയ്യാം? അല്ലാണ്ട് മെഷർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. ഇപ്പൊ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ചുമ്മാ തന്നെ മെഷർ ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ചുമ്മാ ഇപ്പൊ ഏതെങ്കിലും തോന്നിയ പ്രഷറിലും തോന്നിയ ടെമ്പറേച്ചറിലും ഒക്കെ മെഷർ ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ വെറുതെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഈ ഇതേ സാധനം തന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലൊന്നും അല്ല, ചുമ്മാ തോന്നിയ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെയാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണ്? സാധാരണ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാക്കുന്നേരം ചേർക്കണ്ട. ഇതാണ് വ്യത്യാസം. ഇനി നിങ്ങൾ നോക്കുക, നമ്മള് രണ്ട് നൊട്ടേഷൻസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്, ഇ സെൽ എന്നും E0 സെൽ എന്നും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. വെറുതെ ഇ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ എഴുതിയ സെൽ പൊട്ടൻഷ്യൽ ഇല്ലേ, അതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ ഇ സെൽ എന്ന് എഴുതി വെച്ചോ, മനസ്സിലാവാൻ വേണ്ടി. സെൽ പൊട്ടൻഷ്യൽ എന്നൊരു ഹെഡിങ് കൊടുത്തില്ലായിരുന്നു, അതിന്റെ ബ്രാക്കറ്റിലെ ഇ സെൽ എന്ന് എഴുതി വെച്ചോളൂ.
ഇ എന്നുള്ളത് ഇച്ചിരി വലുതാക്കി എഴുതുക, സെൽ എന്നുള്ളത് താഴെ ഒരു ഇച്ചിരി കുഞ്ഞിതാക്കി എഴുതുക. ഈ സെല്ലാണ് നമ്മളുടെ സാധാരണ സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ 0 സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതാണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ 0 സെൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എല്ലാവരും എഴുതിക്കോളൂ. If the cell potential or the electrode potential of an electrode or the electrode potential of an electrode or the electrode potential of an electrode is measured at standard conditions ബ്രാക്കറ്റില് 298 കെൽവിൻ കോമ 1 atmosphere 1 atm pressure 1 atm pressure etc comma it is called standard cell potential, standard electrode potential. ഇനി അത് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ കാര്യം പറയണം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതിയല്ലായിരിക്കും. ഒരു കാര്യം പറയാം, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. രണ്ടും ഒന്നല്ല. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം വേറെ, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം വേറെ. അത് എന്താ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിക്കോളുക. ഇപ്പൊ ഞാനിപ്പോ ഒരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ ഞാൻ എന്തെടുത്തേക്കുക? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തേക്കുവാന്ന് വിചാരിക്കുക. ZnSO4 സിങ്ക് സൾഫേറ്റ്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് എന്തിറക്കി വെച്ചു? സിങ്ക് എന്ന് പറയുന്ന റോഡ് ഇറക്കി വെച്ചു. ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോഡേ ആയിട്ടുള്ളൂ. ഈ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഇതിന്റെ തൊട്ടപ്പുറം വേറൊരു ഇലക്ട്രോഡ് കൂടെ കൊണ്ടുവച്ചു. അതാണ് നമ്മളുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇറക്കി വെച്ചു? കോപ്പർ റോഡിനെ ഇറക്കി വെച്ചു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു എക്സ്റ്റേണൽ വയർ വെച്ചിട്ട് ഒരു വോൾട്ട് മീറ്റർ വെച്ച് കണക്ട് ചെയ്ത് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഒക്കെ വെച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോഴാണ് ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുക? സെൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോഴാണ് ഇത് സെല്ലായിട്ട് മാറിയത്. അപ്പൊ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഈസ് ആൻ അസംബ്ലി. രണ്ട് ഇലക്ട്രോഡുകൾ കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ സെൽ എന്ന് വിളിക്കുള്ളൂ. ഒരാൾ തന്നെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സിങ്ക് തന്നെയാണെങ്കിൽ നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. കോപ്പർ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ കോപ്പർ ഇലക്ട്രോഡ് എന്ന് വിളിക്കും. എന്നാൽ ഇവന്മാരെ രണ്ടുപേരും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ വയർ വെച്ച് ഒരു വോൾട്ട് മീറ്ററിലേക്കൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെൽ എന്ന് വിളിക്കും. അപ്പൊ ഒരു ഇലക്ട്രോഡിന്റെ മാത്രം പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഒരു സെല്ലിന്റെ മൊത്തം പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് പുതിയ അറിവുകളല്ലേ, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഈ സാധനം ഒന്നും. അപ്പൊ എല്ലാരും വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. വളരെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? സെൽ പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ, ഒരൊറ്റ ഇലക്ട്രോഡ് മാത്രം എടുത്താൽ അതിന്റെ പൊട്ടൻഷ്യൽ. ഇനി ഒരു സെല്ല് മൊത്തം എടുത്തു കഴിഞ്ഞാൽ സെല്ലിന്റെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കണം എങ്ങനെയാ? ഈ രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ്, അതായത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ. അപ്പൊ ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് എല്ലാവരും കൊടുത്തോളുക. നെക്സ്റ്റ് ഈസ് representation of cell representation of a Daniell cell. Cell representation of a Daniell cell. Cell representation of a Daniell cell. എങ്ങനെയാണ് നമ്മൾ ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടായിരിക്കും, റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? രണ്ട് ബീക്കർ വരയ്ക്കുക അല്ലെ, സോൾട്ട് ബ്രിഡ്ജ് കൊടുക്കുക, അങ്ങനെയാണ്. അങ്ങനെയല്ല.
അത് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വരച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ വരച്ചു തന്നില്ലേ, അതുപോലത്തെ ആ സാധനം വരച്ചു വെച്ചാൽ മതി. സെൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന് IUPAC ഒരു കൺവെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ സെൽ എന്ന് പറയുന്ന വസ്തുവിനെ പറ്റി ഒരു കൃത്യമായ ഐഡിയ ഉണ്ടായിരിക്കണം. സെൽ എങ്ങനെയുണ്ടാവുന്നത്? ഒരു സിങ്ക് ഇലക്ട്രോഡും ഒരു കോപ്പർ ഇലക്ട്രോഡും കൂടെ കപ്പിൾ ചെയ്യുക. കപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് വെക്കുക, എന്നിട്ട് രണ്ടും കൂടെ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ഒരു സെൽ കിട്ടി. ഇതുപോലെ നിങ്ങൾക്ക് വേറെ രണ്ടെണ്ണം എടുക്കുക. അപ്പൊ സിൽവറും സിങ്കും ഇവിടെ കപ്പിൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സെല്ല് കിട്ടും. നിക്കലും സിൽവറും അത് രണ്ടും കൂടെ കപ്പിൾ ചെയ്യുക. അത് ഏത് രണ്ട് ഇലക്ട്രോഡുകൾ നിങ്ങൾ കപ്പിൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. എന്ത് കിട്ടും? സെല്ല് കിട്ടും. ആ സെല്ലിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. IUPAC കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കേസാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഡാനിയൽ സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെയാണ്, ആദ്യം ഞാൻ അങ്ങ് എഴുതി തന്നേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. അക്കോർഡിംഗ് ടു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ UPAC കൺവെൻഷൻ. According to convention, comma, anode is written on the left side, and cathode at the right side, full stop. Metal and the electrolyte solution, are separated by a single vertical line. Full stop. Salt bridge is represented by a double vertical line. ഇനി എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരുന്നു. ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വരച്ചേക്കുന്നതാണല്ലോ ഡാനിയൽ സെല്ല്. അപ്പൊ നമുക്കറിയാം രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരെണ്ണം സിങ്ക് കമ്പാർട്ട്മെന്റ്. സിങ്ക് കമ്പാർട്ട്മെന്റിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഇറക്കി വെച്ചേക്കണം. കോപ്പർ കമ്പാർട്ട്മെന്റിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഇറക്കി വെച്ചേക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരു എക്സ്റ്റേണൽ വയർ വെച്ച് വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കണം. രണ്ടുപേരെയും സോൾട്ട് ബ്രിഡ്ജ് വെച്ച്, ഇതാണ് സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കണം. ഇതിനല്ലേ നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഡാനിയൽ സെൽ. ഈ ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നുള്ളത്. IUPAC നമ്മളോട് പറയാണ്, ആനോഡായിട്ടുള്ള ഇലക്ട്രോഡിനെയാണ് നമ്മൾ ഏറ്റവും ഇടത്ത് വശത്ത് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ആനോഡായിട്ടുള്ള ഇലക്ട്രോഡ് ആരാണ്? ആരാണ് ഇവിടുത്തെ ആനോഡായിട്ടുള്ള ഇലക്ട്രോഡ്? സിങ്ക്. അപ്പൊ നമ്മളെ സിങ്കിനെ നമ്മളെ ഏറ്റവും ഇടത്ത് വശത്ത് എഴുതി. അതിനുശേഷം ആ ആനോഡ് ഏത് ഇലക്ട്രോലൈറ്റിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അതാണ് ഇനി എഴുതേണ്ടത്. അപ്പൊ എവിടെയാണ് നമ്മൾ ഈ ആനോഡ് ഇറക്കി വെച്ചേക്കുന്നത്? സ്വാലിഹ, എവിടെയാണ് ഇറക്കി വെച്ചേക്കുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ. അതിന്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ അതിനെ സിങ്ക് സൾഫേറ്റ് എന്ന് മൊത്തമായിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ Zn2+ എഴുതാം. കാരണം അതിനകത്തുള്ള സിങ്കിന്റെ ഇതിന്റെ അകത്തുള്ള സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? Zn2+. ഇവിടെ SO4 2-. അപ്പൊ Zn2+ എന്നുള്ളത് എഴുതിയാൽ മതി. അപ്പൊ ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ എടുക്കണം.
ഇത് സിങ്ക് കഴിഞ്ഞിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ ഇടണം. എന്നിട്ട് വേണം നമ്മൾ എന്തെഴുതാൻ, സിങ്ക് സൾഫേറ്റ് എഴുതാൻ. സിങ്ക് സൾഫേറ്റ് എന്ന് മൊത്തം എഴുതണ്ട, Zn2+ എഴുതിയാൽ മതി. അപ്പൊ ആ കമ്പാർട്ട്മെന്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി കോപ്പർ കമ്പാർട്ട്മെന്റ്. അപ്പൊ കോപ്പർ കമ്പാർട്ട്മെന്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ആനോഡ് വരച്ചു, പിന്നെ ആനോഡ് ഇറക്കി വെച്ചിങ്ങനെ ഇലക്ട്രോലൈറ്റ് എഴുതി. ഇനി നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഇതുപോലെ ഒരു ഡബിൾ വെർട്ടിക്കൽ ലൈൻ കൊടുത്തു. അപ്പൊ ഡബിൾ വെർട്ടിക്കൽ ലൈൻ കണ്ട അപ്പം മനസ്സിലാക്കിക്കോളൂ അത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. അതിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ഇനി നേരെ തിരിച്ച്, ഇനി നമ്മൾ ക്യാഥോഡ് എഴുതുമ്പോൾ ഇത് ആനോഡ് എഴുതിയേക്കുന്നത്. ഇനി ക്യാഥോഡ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ സൊല്യൂഷന്റെ കാര്യമാണ് എഴുതേണ്ടത്. ഇത് എഴുതേണ്ട നേരെ തിരിച്ചാന്ന് ഓർത്താൽ മതി. ആദ്യം നമ്മൾ സൊല്യൂഷൻ സെക്കൻഡ് ആദ്യം നമ്മൾ സൊല്യൂഷൻ എഴുതുക. കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? Cu2+ SO4 2-. അപ്പൊ നമ്മൾ ഈ Cu2+നെയാണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഒരു വര വരയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ Cu അല്ലേ ഇറക്കി വെച്ചിരിക്കുന്നത്, സോ കോപ്പർ എന്ന് എഴുതുക. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മളുടെ ഫിസിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കണം. സിങ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ആണ്, അപ്പൊ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്, സോ സോളിഡ് എന്ന് എഴുതുക. Zn2+ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ആണ്, സോ അത് നമ്മൾ അക്വസ് എന്ന് എഴുതുക. കോപ്പർ 2+, Cu2+ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൊല്യൂഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് അക്വസ് എന്ന് എഴുതുക. കോപ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് ആണ്, അത് സോളിഡ് എന്ന് എഴുതുക. ഇതിനെയാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ സെൽ റെപ്രസെന്റേഷന്റെ റൂൾസ് എന്തൊക്കെയാണ്? ആനോഡ് ഏറ്റവും ഇടത്തുവശത്ത് എഴുതുക, ഏറ്റവും ഇടത്തുവശത്ത് ആനോഡ്. അത് കഴിഞ്ഞ് ആനോഡ് ഇറക്കി വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്, അതിന്റെ ഇടയിൽ ഒരു സിംഗിൾ ലൈൻ ഇടണം. പിന്നെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡ് ഇറക്കി വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആദ്യം, പിന്നെ കാഥോഡ്, പിന്നെ എല്ലാത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഡാനിയൽ സെല്ലിന്റെ ഡാനിയൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കുന്നത്? അതായത് ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഈ സെൽ ഇസ് ഈക്വൽ ടു, എല്ലാവരും എഴുതുക. ഡാനിയൽ സെല്ലിന്റെ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ സെൽ ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അതായത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് സെല്ലിന്റെ പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബോക്സിലാക്കി ഇടുക കേട്ടോ. നിങ്ങളൊരു ബോക്സിലാക്കി ഇടുക. ഓക്കെ, ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേ. നിങ്ങൾ ഒരു ഫോർമുല അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചേക്കുക. അതായത് ഈ സെല്ല് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ, അതായത് ഈ ഫോർമുലയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അത് എങ്ങനെ ഒരു ഫോർമുല എങ്ങനെ എഴുതി വെച്ചോളുക? ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്.
അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സെല്ല് എടുത്താലും നമ്മളോട് IUPAC പറഞ്ഞേക്കുന്നത് കാഥോഡിനെ നമ്മൾ വലത്തുവശത്തും ആനോഡിനെ നമ്മൾ ഇടത്തുവശത്തും എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതിയേക്കുന്നത്. അതിന് മുമ്പത്തെ ഫോമിൽ നിങ്ങൾ നോക്കുക, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നല്ല എഴുതിയേക്കണേ. അപ്പൊ കാഥോഡിനെ നമ്മൾ വലത്തുവശത്ത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് ഈ റൈറ്റ് എന്ന് എഴുതാം, ആനോഡിനെ ഇടത്തുവശത്ത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് എന്ന് എഴുതാം. അതുകൊണ്ട് ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അറിയില്ലാത്ത വേണേൽ താഴെ എഴുതി വെച്ചോളുക. ബിക്കോസ് cathode is taken at the right side, because cathode is taken at the right side, because cathode is taken at the right side, and anode is taken at the left side, and anode is taken at the left side. Anode is taken at the left side. Cathode is taken at the right side and anode is taken at the left side. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഡാനിയൽ സെല്ലിന്റെ പടം വരച്ചു കഴിഞ്ഞപ്പോ സിങ്കിനെ ഇടത്തുവശത്തും കോപ്പറിനെ വലത്തുവശത്തും അല്ലേ വരച്ചു വെച്ചേക്കണേന്ന് ആ പടത്തില്, അല്ലെ? എങ്ങനെയല്ലേ വരച്ചേക്കണം? നേരെ തിരിച്ചല്ലല്ലോ. കോപ്പറിനെ വലത്തുവശത്തും ഇടത്തുവശത്തും സിങ്കിനെ വലത്തുവശത്തും അല്ല ഞാൻ വരച്ചത്, അല്ലെ? അത് IUPAC നമ്മളോട് പറഞ്ഞേക്കുന്നതാണ് ഇങ്ങനെയാണ് വരയ്ക്കാവുള്ളൂ. അതായത് അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പല ആൾക്കാർ പല രീതിയിൽ വരയ്ക്കരുത്, ആ ഒരു കാരണമേ ഉള്ളൂ. പല രാജ്യക്കാർ പല രീതിയിൽ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒക്കെ ആകെ കൺഫ്യൂഷൻ ആവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പൊ IUPAC എല്ലാവരോടുമായിട്ട് പറഞ്ഞേക്കുവാണ്, അതെ നിങ്ങൾ കാഥോഡിനെ വലത്തുവശത്ത് വരച്ചോളുക എപ്പോഴും, ആനോഡിനെ എപ്പോഴും ഇടത്തുവശത്ത് വരച്ചോളുക. അപ്പൊ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്, അല്ലെങ്കിൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതാണ് എന്തിനുള്ള ഫോർമുല? ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഡാനിയൽ സെല്ല് കഴിഞ്ഞു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഡാനിയൽ സെല്ല്. അപ്പൊ നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. 2-3 ക്ലാസ് എടുത്തിട്ടാണ് പറഞ്ഞത് എന്താണ് ഡാനിയൽ സെല്ല്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, EMF, അതായത് സെൽ പൊട്ടൻഷ്യൽ, പിന്നെ സെൽ റെപ്രസെന്റേഷൻ ഡയഗ്രാം. ഇത്രയും വലിയ ഒരു ടോപ്പിക് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകും. എനി ഡൗട്ട്? ശരി, ഇനി സംശയമില്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എങ്ങനെയാണ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? അതൊരു ചോദ്യമാണല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയണേ, ഞാൻ പറഞ്ഞല്ലോ ഡാനിയൽ സെല്ലിലെ കോപ്പറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ എന്ന് പറഞ്ഞല്ലോ, സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്നും പറഞ്ഞു. എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ്, ഇതൊക്കെ ഒരു ചോദ്യമാണല്ലോ. അതായത് കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൃത്യം എത്രയാണ്, സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്, സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്. അത് ഓരോ മെറ്റലും നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ട് ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോ ഈ എഴുതിയേക്കുന്ന ഫോർമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ അകത്ത് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ കാഥോഡ് എത്രയാണ്, ഈ ആനോഡ് എത്രയാണെന്നുള്ള വാല്യൂ, മാത്തമാറ്റിക്കൽ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സെല്ലിന്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ ഈ കാഥോഡ് കണ്ടുപിടിക്കാം, എങ്ങനെ ഈ ആനോഡ് കണ്ടുപിടിക്കാം, ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടിരുന്നു കേട്ടോ. അപ്പൊ നോക്കിക്കോളുക. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണ്. നമ്മുടെ ബോർഡ് എന്തോ ഒരു പണി പടച്ചിരിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞിടത്തൊന്നും നിൽക്കണില്ല. ഒരു സെക്കൻഡ് കേട്ടോ. ഞാനിപ്പോ ഒരു ബീക്കർ എടുക്കുന്നു. ഇതാണ് ബീക്കർ. ആ ബീക്കറിന്റെ അകത്ത് ഞാൻ എന്തെടുത്തു, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു, സിങ്ക് ഇലക്ട്രോഡ് ഇറക്കി വെച്ചു. എന്നിട്ട് നിങ്ങളോട് പറയാണ് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, എന്താണ്, എങ്ങനെ നിങ്ങൾ പറയും ആണ് എന്റെ ചോദ്യം. എന്താണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആയിഷ സലീം?
സിങ്ക് ഇലക്ട്രോൺ ലൂസ് ചെയ്യണ എബിലിറ്റീനെ അല്ലേ? അങ്ങനെ പറയാമെങ്കിലും ഞാൻ ഐഷയോട് ഒരു ഹൈപ്പോത്തറ്റിക്കലി ഒരു ചോദ്യം ചോദിക്കാം. ആ ഐഷയുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്ന് വിചാരിക്കുക. ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടം കൂടാനുള്ള പൈസയുണ്ട്. അപ്പൊ ഐഷയ്ക്ക് ഈ കാശ് വല്ലവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനും ആരെങ്കിലും വേണ്ടേ? അഫിമോക്കും ഒടുക്കത്തെ കാശാ. അപ്പൊ അഫിമോക്ക് ഇച്ചിരി കാശ് കൊടുക്കാന്ന് വെച്ചാൽ അഫിമോള് പറയും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാൻ പറയും. കാരണം എന്താ, ഇഷ്ടം പോലെ കാശ് കയ്യിലോട്ടൊന്നും ഞാൻ. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞേ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത് കൊടുത്താൽ മേടിക്കാനും കൂടെ ആള് വേണം, വേണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് നടക്കുള്ളൂ. ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ടറ്റത്തും ആള് വേണം. കൊടുക്കണയിടത്തും ആള് വേണം, മേടിക്കുന്നിടത്തും ആള് വേണം. ഏതെങ്കിലും ഒരറ്റത്ത് മാത്രം ആള് നിന്നിട്ട് കാര്യമില്ല. എന്താ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഇറക്കി വെച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല. ഓക്സിഡേഷൻ നടക്കില്ല, റിഡക്ഷൻ നടക്കില്ല. കാരണം എന്താ? പുള്ളിക്ക് ഓക്സിഡേഷൻ നടന്നാൽ തന്നെ പുള്ളി കൊടുക്കുന്ന ഇലക്ട്രോണിനെ മേടിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. പിന്നെ പുള്ളി എന്തിനാ ഓക്സിഡേഷൻ വിധേയമാവണം? ഇനി പുള്ളിക്ക് റിഡക്ഷന് വിധേയമാവാന്ന് വെച്ചാൽ പുള്ളിക്ക് ഇലക്ട്രോണിനെ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. പുള്ളിക്ക് ഇലക്ട്രോണിനെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടേ? ആരും കൊടുക്കാനില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സിംഗിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ ഈ വരച്ചേക്കണാണ് സിംഗിൾ ഇലക്ട്രോഡ്. സിംഗിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഇലക്ട്രോഡ് അതിന്റെ തന്നെ സൊല്യൂഷനിൽ മുക്കി വെച്ചാൽ അവിടെ യാതൊന്നും നടക്കില്ല. ഒരു ഓക്സിഡേഷൻ നടക്കില്ല, റിഡക്ഷൻ നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുള്ളിയുടെ അടുത്ത് കൊണ്ടുവന്ന് വേറെ ആരെങ്കിലും വെക്കണം. കോപ്പറിനെയോ സിൽവറിനെയോ പ്ലാറ്റിനത്തിനെയോ വേറെ ആരെങ്കിലും ആരെ വെച്ചാലും മതി. ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് വച്ച് കഴിയുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുള്ളൂ. അല്ലാണ്ട് ഒരാളെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സിങ്കിന്റെ അടുത്ത് ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുവയ്ക്കണം. എന്നാൽ മാത്രമേ പുള്ളിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുള്ളിയുടെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഐഷയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു പൈസ ഇല്ലാത്ത ഒരുത്തരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഐഷയ്ക്ക് എത്ര രൂപ കൊടുക്കുന്നത്. 1000 രൂപ കൊടുക്കുമോ, 10000 രൂപ കൊടുക്കുമോ, 1,00,000 രൂപ കൊടുക്കുമോ എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പൈസ ഇല്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് ഐഷയുടെ മുമ്പിൽ കൊണ്ട് നിർത്തണം. അപ്പോഴാണ് ഐഷ ക്യാഷ് എത്ര ഇറക്കും എനിക്ക് മനസ്സിലാക്കുന്നത്. ചിലർ 1000 രൂപ ഇറക്കും, ചിലർ 10000 രൂപ ഇറക്കും, ചിലർ 1,00,000 രൂപ ഇറക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ സിങ്കിന്റെ അടുത്ത് ഞാൻ ഒരുത്തനെ കൊണ്ട് വയ്ക്കുമ്പോഴാണ് സിങ്ക് എത്രമാത്രം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, എത്രമാത്രം ഓക്സിഡേഷൻ പുള്ളിക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പൊ സിങ്കിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെങ്കിൽ സിങ്കിന്റെ അടുത്ത് വേറെ ഒരുത്തനെ കൊണ്ടുവയ്ക്കണം. ആ ഒരുത്തൻ ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളുക, ഏതൊരു ഇലക്ട്രോഡിന്റെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ ഇലക്ട്രോഡിന്റെ കൂടെ വെക്കുന്ന ഇലക്ട്രോഡ് ഒരേ ഒരാളായിരിക്കണം. അയാളുടെ പേരാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ പേര് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ആ പേര് ഞാൻ ഒന്നോടെ എഴുതുവാണ്. എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അഥവാ അതിനെ നമ്മള് ഷി എന്ന് വിളിക്കും. എന്താണ്? ഷി, SHE, ഷി എന്നാണ് നമ്മൾ അതിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഷി. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഷി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ള ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇച്ചിരോടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് സിങ്കിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സിങ്കിന്റെ കൂടെ ആരെ കൊണ്ടുവയ്ക്കണം? ഷീനെ കൊണ്ടുവയ്ക്കണം. പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാറ്റിനത്തിന്റെ കൂടെ ആരെ കൊണ്ടുവയ്ക്കണം? ഷീനെ കൊണ്ടുവയ്ക്കണം. നിക്കലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിക്കലിന്റെ അടുത്ത് ആരെ കൊണ്ടുവയ്ക്കണം? ഷീനെ കൊണ്ടുവയ്ക്കണം. ആരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിലും അവരുടെ കൂടെ വെക്കേണ്ട ആളാണ് ആര്? ഷീ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോറി, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ ഷീ. ഷീ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മറ്റുള്ള ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നേരം കഴിയുമ്പോൾ പറയാം. അതിനു മുമ്പ് എന്താണ് ഷീ എന്ന് നമുക്ക് പഠിക്കണ്ടേ? എന്താണ് ഷീ? എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളുക. അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഞാൻ എഴുതി തരാൻ കേട്ടോ, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബീക്കർ എടുക്കുക. ബീക്കർ, ആ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷനാണ് 1 മോളാർ HCl സൊല്യൂഷൻ. എന്താണ്? 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ്.
ഈ 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒരു ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇറക്കി വെക്കുകയാണ്. എന്താണ് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ്? പ്ലാറ്റിനം ഇലക്ട്രോഡ്. എന്നിട്ട് ആ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു എന്താ പറയുക, ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയ തന്നെ ഒരു പ്ലേറ്റ്. അപ്പൊ പ്ലാറ്റിനത്തിന്റെ ഒരു വയറ്, ആ പ്ലാറ്റിനത്തിന്റെ വയറിന്റെ അറ്റത്തായിട്ട് പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയ തന്നെ ഒരു പ്ലേറ്റും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം മൊത്തം ഞാൻ എന്ത് ചെയ്തേക്കുവാണ്, ഈ പറയുന്ന HCl മുക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന എൻഡയർ അപ്പാരറ്റസ് നമ്മളൊരു ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഇതാണ് ഗ്ലാസ് ട്യൂബ്. ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് നമ്മളിത് ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് നമ്മളിത് ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുക. ആ ഗ്ലാസ് ട്യൂബിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു ഹോള് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യണം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ഗ്യാസ്, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു പ്ലാറ്റിനം വയർ ഇങ്ങനെ നീട്ടിയിട്ടേക്കണം. പ്ലാറ്റിനം വയർ, ഇതിനെയാണ് നമ്മൾ ഷി എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഒന്നോടെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാ സംഭവം. എന്താ ചെയ്തത്, ആദ്യം ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിന്റെ അകത്ത് 1 മോളാർ HCl സൊല്യൂഷൻ എടുക്കുക. സംശയമൊന്നുമില്ലല്ലോ. ആദ്യം നമ്മൾ HCl എടുക്കും. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു സാധനം ഇറക്കി വെച്ചേക്കണം. ആ സാധനം എന്നാന്നാ ഞാൻ പറഞ്ഞത്, അതായത് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഈ പുള്ളിയാണ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ താഴെ എന്തുണ്ട്, നമ്മുടെ പ്ലാറ്റിനത്തിന്റെ തന്നെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈ മൊത്തം സാധനത്തിനെ, അതായത് ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിനെയും പ്ലാറ്റിനം പ്ലേറ്റിനെയും കൂടെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബ്, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബ് ഇതിനെങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കണം. പക്ഷെ ഗ്ലാസ് ട്യൂബിന് ഒരു വിടവുണ്ട്. ആ പറയുന്ന ആ വിടവിൽ കൂടിയാണ് നമ്മൾ എന്തിനാ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക. ഇങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷീ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഷീ. എന്നിട്ട് നമ്മൾ ഈ പ്ലാറ്റിനം വയറ്, പ്ലാറ്റിനം ഇലക്ട്രോഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വയർ വലിച്ചേക്കുവാണ്, പ്ലാറ്റിനം വയർ. ഈ അപ്പാരറ്റസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷീ എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതാണ് ഷീ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആ പ്ലാറ്റിനം വയർ, പുറത്തോട്ടൊരു പ്ലാറ്റിനം വയർ വലിച്ചേക്കണുണ്ടോ? എന്തിനാ വയറിന്റെ ആവശ്യം? ഒരു ഭംഗിക്കാണോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ വയറും കൊണ്ട്? ഈ സാധനത്തിന് തൂക്കി പിടിച്ചോണ്ട് നടക്കാനാണോ നമുക്ക് ഒരു സുഖത്തിന് വേണ്ടി? കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നടക്കാൻ ഒരു ബാഗിന്റെ കുട പോലെ, അതിനാണോ പ്ലാറ്റിനം വയർ? അതിനായിരിക്കും നുസ്രീൻ പ്ലാറ്റിനം വയർ എന്തിനായിരിക്കും? വേറെന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ? അതായത് ഞാനിപ്പോ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ, ഷീ എന്തിനാ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, എന്തിനാ ഷീ ഉപയോഗിക്കുന്നത്? മറ്റ് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം വരച്ചേക്കണ സിങ്ക് ഇലക്ട്രോഡ് കണ്ടോ? എവിടെ ഒരു സിങ്ക് ഇലക്ട്രോഡ് കണ്ടോ നിങ്ങൾ? ഇത് ഈ സിങ്ക് ഇലക്ട്രോഡിനെ ഞാൻ ഷീ ആയിട്ട് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ സെക്കൻഡ് കേട്ടോ, കോഡ് നമ്മള് കൊണ്ടിരിക്കുകയാണ്.
അതായത് ഇപ്പൊ ഈ സിങ്ക് ഇലക്ട്രോഡ് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ സിങ്ക് ഇലക്ട്രോഡ് ഈ ഷീയുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് ഈ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞത്. ഏതൊരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിലും അവനെ ഞാൻ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ഷീ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് ഒരു വയർ ഇങ്ങനെ വലിച്ചിട്ട് ആ വയർ ഞാനൊരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് ആ വയറിലേക്കാണ്, ആ വയറാണ് നമ്മുടെ ഈ പ്ലാറ്റിനം വയർ. ഈ ഷീയിൽ കണ്ടക്ട് ഈ പ്ലാറ്റിനം വയർ കണ്ടോ? ആ പ്ലാറ്റിനം വയർ വെച്ചിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? ഷീയിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സാധനത്തിന് നമ്മൾ ആദ്യം വരയ്ക്കണം. ഇവിടെ നമ്മൾ ഷീ വരയ്ക്കും. നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഷീ എടുക്കുന്നത്. അതിനുവേണ്ടി ഇനി ഞാൻ മൊത്തം വരയ്ക്കുന്നില്ല. ഇവിടെ നമ്മൾ ഷീനെ കണക്ട് ചെയ്യണമെന്ന് ഓർത്താൽ മതി. അപ്പൊ അങ്ങനെ കണക്ഷൻ വയർ ആയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പ്ലാറ്റിനം വയറിന് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് വോൾട്ട് മീറ്ററിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള വയർ, അതാണ് ആ പ്ലാറ്റിനം ഷീയുടെ പ്ലാറ്റിനം വയർ ഉപയോഗിക്കുന്നത്. ഇത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഷീ. ആ ഷീ വരച്ചപ്പോ ആ ഗ്ലാസ് ട്യൂബിന്റെ മേളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ പ്ലാറ്റിനം വയർ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എന്ന് ഓർത്താൽ മതി. അങ്ങനെ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ പ്ലാറ്റിനം വയർ ഉപയോഗിക്കുന്നത്, കണക്ഷൻ വയർ ആയിട്ട്. അതാണ് ഷീ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇനി എങ്ങനെയാണ് ഷീ ഉപയോഗിച്ച് നമുക്ക് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങളോട് സിങ്ക് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡിന്റെ, ഫോർ എക്സാമ്പിൾ സിങ്ക് ഇലക്ട്രോഡിന്റെ അല്ലെങ്കിൽ കോപ്പർ, നമുക്ക് ആദ്യം കോപ്പർ പഠിക്കാം. കോപ്പർ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറഞ്ഞേക്കാന്ന് വിചാരിക്കുക. നിങ്ങളുടെ അതിലുള്ള ഇലക്ട്രോഡാണ് കോപ്പർ. കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞേക്കാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കോപ്പർ ഇലക്ട്രോഡ് എടുക്കുക. എന്തെടുക്കുക? കോപ്പർ ഇലക്ട്രോഡ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിന്റെ അകത്ത് എന്തെടുക്കണം? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതിന്റെ അകത്തേക്ക് ഞാനൊരു കോപ്പർ ഇലക്ട്രോഡ് ഇറക്കി വെക്കുക. കോപ്പർ ഇലക്ട്രോഡ് ഇറക്കി വെക്കുക. കോപ്പർ കമ്പാർട്ട്മെന്റ് ആയി. ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ആലിയ, ഇതിനെ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ ഷീയുമായിട്ട് കണക്ട് ചെയ്യണം. ഷീയായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വേഗം തന്നെ ഇതിനെ ഞാനൊരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ആ വോൾട്ട് മീറ്ററിന്റെ അപ്പുറത്തെ അറ്റം നമ്മൾ എന്ത് ചെയ്യുക? ഷീയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഷീ എടുക്കണം. ഷീ വരയ്ക്കാൻ ഞാനിപ്പോ പഠിപ്പിച്ചു നിങ്ങൾ. എങ്ങനെയാണ് ഷീ വരയ്ക്കുന്നത്? 1 മോളാർ HCl എടുക്കുക. അതിന്റെ അകത്തേക്ക് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇറക്കി വെക്കുക. ആ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ താഴെയായിട്ട് ഒരു പ്ലാറ്റിനം പ്ലേറ്റ് കൊടുക്കുക. ഈ മൊത്തം സാധനം ഞാൻ എന്ത് ചെയ്യണം? ഈ മൊത്തം സാധനം ഒരു ഗ്ലാസ് ട്യൂബിന്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യുക. ആ ഗ്ലാസ് ട്യൂബിന്റെ അറ്റത്ത് എന്ത് കൊടുക്കുക? ഒരു ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക. ഇതിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാറ്റിനം വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്ലാറ്റിനം വയർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സോൾട്ട് ബ്രിഡ്ജും കൂടെ വെക്കുക. ആദ്യത്തെ പോലെ തന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നത്. ലാബില് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം? ഇതുപോലെ അറേഞ്ച് ചെയ്യണം. ഇടത്ത് സൈഡില് കോപ്പർ എടുക്കുക, വലത്ത് സൈഡില് നമ്മളുടെ ഷീ എടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഈ വരച്ചേക്കണേലേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ നേരെ തിരിച്ച, അതായത് ഷീ എപ്പോഴും നമ്മൾ ഇടത്ത് സൈഡിൽ, ഞാൻ വരച്ചപ്പോ മാറിപ്പോയതാണ്. ഷീ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇടത്ത് സൈഡിലും കോപ്പർ വലത്ത് സൈഡിലും ആണ് എടുക്കേണ്ടത് കേട്ടോ. നേരെ തിരിച്ചു വരയ്ക്കുക. ഇപ്പൊ വരച്ചേക്കാൻ വെട്ടുക, എന്നിട്ട് നേരെ തിരിച്ചു വരയ്ക്കുക. പെട്ടെന്ന് വരച്ചപ്പോ മാറിപ്പോയതാണ്. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇടത്ത് സൈഡിൽ വരയ്ക്കാം. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ വരയ്ക്കാം. ഷീനെ നമ്മള് ഇടത്ത് സൈഡിൽ വരയ്ക്കുക. 1 മോളാർ HCl. വോൾട്ട് മീറ്റർ
ഇതാണ് കോപ്പർ, കോപ്പർ സൾഫേറ്റ്. എന്നിട്ട് ഒരു സോൾട്ട് ഫിൽറ്ററും കൂടെ വയ്ക്കുക. ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്. ഷീന എപ്പോഴും ഇടത്ത് സൈഡിൽ എടുക്കുക കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ഷീന എപ്പോഴും ഇടത്ത് സൈഡിൽ തന്നെ എടുക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ കോപ്പറിന്റെ വരച്ചു. ഇനി സിങ്ക വരയ്ക്കാൻ പറഞ്ഞേക്കണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആകെ ഒരു മാറ്റമുള്ള കോപ്പർ എന്ന് എഴുതിയേക്കുന്നിടത്ത് സിങ്ക് എന്ന് എഴുതുക, കോപ്പർ സൾഫേറ്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് സിങ്ക് സൾഫേറ്റ് എടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. സാർ ഇത് വരയ്ക്കണോ? വരച്ചാൽ നന്നായിരിക്കും. വരയ്ക്കാൻ ആക്ച്വലി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല എക്സാമിന്. ഷീയുമായിട്ട് കണക്ഷൻ ഉള്ള ഡയഗ്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അറിഞ്ഞിരുന്നാലും മതി. വേണേ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ രണ്ടാമത് വരച്ചെങ്ങനെ പറയാൻ വരയ്ക്കാവുള്ളൂ. ആദ്യത്തെ പടം തെറ്റാണ്, എന്നിട്ട് ഞാൻ സൈഡ് മാറിപ്പോയി വരച്ചപ്പോ. രണ്ടാമത്തെ പടമാണ് കറക്റ്റ്. ഷീന എപ്പോഴും നമ്മൾ ഇടതുവശത്താണ് എടുക്കേണ്ടത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഞാൻ എഴുതി തരാം കേട്ടോ. ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മള് ഈ ഷീയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതങ്ങ് കാണാണ്ട് പഠിച്ചോളുക. അതായത് ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 0 ആണ് ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആവാൻ കാരണം എന്താണ്? നമ്മൾ ഒരു കാരണമില്ല, നമ്മൾ 0 ആണെന്ന് അസ്യൂം ചെയ്തേക്കുവാണ്. നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഈ പുള്ളിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്, 0 ആണ് എന്ന് നമ്മളങ്ങ് വിചാരിച്ചേക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, ഇത് ഇങ്ങോട്ട് നോക്കിക്കോളുക. ഈ ഒരു സെല്ലിന്റെ ഈ ഒരു ഫുൾ സെൽ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കുക. ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണ എങ്ങനെയാ? ഫോർമുല എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അതല്ലേ നമ്മുടെ ഫോർമുല? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്കറിയാം കാഥോഡായിട്ടാണ് നമ്മൾ എന്തിനെ എടുത്തിരിക്കുന്നത്? കാഥോഡായിട്ടാണ് നമ്മൾ കോപ്പറിനെ എടുത്തിരിക്കുന്നത്. കാരണം വലത്തുവശത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് കാഥോഡ്. അപ്പൊ ഇവിടെ കോപ്പർ ആണ് കാഥോഡ്. ആനോഡായിട്ട് ആരെ എടുത്തിരിക്കുന്നത്? ഷീനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആനോഡായിട്ട് നമ്മൾ എന്തിനെയാണ് എടുത്തിരിക്കുന്നത്? ഷീനെയാണ് നമ്മൾ ആനോഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സെൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഈ കോപ്പറിനെ നമ്മൾ എഴുതേണ്ടത് Cu2 പ്ലസ് ബാർ Cu ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. കോപ്പർ നമ്മൾ എങ്ങനെ എഴുതണം? Cu2 പ്ലസ് ബാർ Cu. അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത് Cu2 പ്ലസ് ബാർ Cu എന്ന്. കാരണം Cu2 പ്ലസ് Cu ആയിട്ട് മാറുമ്പോഴാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കുക, 2 പ്ലസ് എന്ന് പറയുന്ന ചാർജ് 0 ആയിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റിഡക്ഷൻ എന്നാണ്. അപ്പൊ നമ്മള് IUPAC നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ Cu2 പ്ലസ് ബാർ Cu എന്ന് എഴുതാവുള്ളൂ. അപ്പൊ ഈ Cu2 പ്ലസ് ബാർ Cu, എന്തുകൊണ്ടാണ് Cu2 പ്ലസ് ബാർ Cu എന്ന് എഴുതിയത്? കാരണം അതാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cu2 പ്ലസ് Cu ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ Cu2 പ്ലസ് ബാർ Cu മൈനസ് ഇ ഓഫ് ആനോഡ് എന്താണ്? ആനോഡ് ഷീ ആണ്. സോ SHG ഷീ, ആനോഡ് ഷീ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ ഓഫ് Cu2 പ്ലസ് ബാർ Cu. ഈ 0 ഒന്നും വേണ്ട കേട്ടോ. ഈ Cu മൈനസ് ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ Cu2 പ്ലസ് ബാർ Cu. അതായത് നിങ്ങൾക്ക് ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡും ഈ കോപ്പർ ഇലക്ട്രോഡും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ
ഈ സെൽ പൊട്ടൻഷ്യൽ ആയിട്ട് കിട്ടുന്നത്, ആ വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് എത്രയാണോ, ആ വോൾട്ട് മീറ്ററിൽ എത്രയാണോ റീഡിങ് കിട്ടുന്നത് അത് തന്നെ ഇവിടെ ഈ വോൾട്ട് മീറ്റർ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സെക്കൻഡ്. ഈ വോൾട്ട് മീറ്റർ കണ്ടോ? ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന്, ഈ സെൽ എന്ന് വിളിക്കുന്നത്. ആ വാല്യൂ തന്നെയായിരിക്കും കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കാരണം ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഈ കോപ്പർ മൈനസ് ഈ ഷീ എന്ന് എഴുതാം. ഈ കോപ്പർ മൈനസ് ഈ ഷീ. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറ്റിയിരിക്കുന്നതാണ്. ബോർഡ് നേരെ നിൽക്കുന്നില്ല. സെക്കൻഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. നിങ്ങളോട് ഇപ്പോൾ ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പറിനെ വലത്തുവശത്തും ഷീനെ ഇടത്തുവശത്തുമായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കോപ്പറിനെ വലത്തുവശത്ത് എടുക്കുക, ഷീനെ ഇടത്തുവശത്ത് എടുക്കുക, വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല എന്താണ്? ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. നമ്മൾ വലത്തുവശത്ത് എടുത്തേക്കുന്ന സാധനം ആയിരിക്കുമല്ലോ കാഥോഡ്. അപ്പൊ കാഥോഡ് ആരാണ്? കോപ്പർ ആണ് കാഥോഡ്. സോ ഈ കോപ്പർ മൈനസ് ഈ ഷീ. അതിൻ്റെ അകത്ത് തന്നെ ഈ ഷീയുടെ വാല്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാണ് ഷീയുടെ വാല്യൂ? 0. അപ്പൊ നമുക്ക് ഇ സെൽ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് 0 എന്ന് എഴുതാം. അതായത് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് തന്നെയാണ്? ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ തന്നെയാണ്. ആ സെൽ പൊട്ടൻഷ്യൽ തന്നെയാണ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിന്റെ വാല്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കാണാണ്ട് പഠിക്കണം. 0.34 വോൾട്ട് ആണ്. അതായത് വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് 0.34 വോൾട്ട് എന്നാണ് കോപ്പർ എടുക്കുമ്പോൾ കിട്ടുന്നത്. അത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ആ വാല്യൂ 0.34 വോൾട്ട്. 0.34 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം എന്ന് നിങ്ങൾ തന്നെ പറയണം. എങ്ങനെയാണ് സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. നിസാബാണ് പറയണ്ടേ കേട്ടോ. നിസാബ്. എങ്ങനെ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അല്ലല്ല, അറേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് ആദ്യം പറയണം. കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ലാബിൽ ചെന്ന് നിസാബ് ഈ സാധനമൊക്കെ അറേഞ്ച്, ബീക്കറും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യണ്ടേ? എങ്ങനെ അറേഞ്ച് ചെയ്യും? 2 ബീക്കർ വയ്ക്കും. ഒരു ബീക്കറിൽ എന്തെടുക്കണം? 1 മോളാർ HCl. ഷീ എടുക്കണം. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ 1 മോളാർ HCl ഒരു ബീക്കറിൽ ഷീ എടുക്കണം. ഓക്കെ. മറ്റേ ബീക്കറിൽ എന്തെടുക്കണം? മറ്റേ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റില് സിങ്ക് ഇലക്ട്രോഡ് മുക്കി എടുക്കണം അല്ലെ? സിങ്ക് സൾഫേറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് സിങ്ക് ഇലക്ട്രോഡ് മുക്കി വെക്കുക. അപ്പൊ 2 ബീക്കർ റെഡിയായി. ആദ്യത്തെ ബീക്കറിൽ ഷീ എടുത്തു, മറ്റേ ബീക്കറിൽ സിങ്ക് ഇലക്ട്രോഡ് മുക്കിയ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇനി എന്ത് ചെയ്യണം? സോൾട്ട് ബ്രിഡ്ജ് ചെയ്യണം. സോൾട്ട് ബ്രിഡ്ജ് വെച്ചു. ഇനി എന്ത് ചെയ്യണം? വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യണം. രണ്ടും കൂടെ, അതായത് ഷീയിൽ നിന്ന് ഒരു വയർ വലിക്കുക, സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് ഒരു വയർ വലിക്കുക, എന്നിട്ട് രണ്ടും കൂടെ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് ഇനി ഇക്വേഷൻ എന്താ? ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. അപ്പൊ ഇവിടെ കാഥോഡായിട്ട് നമ്മൾ ആരെ എടുത്തിരിക്കുന്നത്? സിങ്കിനെ. അപ്പൊ ഈ സിങ്ക് മൈനസ്, അപ്പൊ നിങ്ങൾ എപ്പോഴും സിങ്ക് എഴുതുമ്പോ എങ്ങനെ എഴുതാം? Zn2 പ്ലസ് ബാർ Zn, അങ്ങനെ തന്നെ എഴുതണം കേട്ടല്ലോ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് Zn2 പ്ലസ് ബാർ Zn എന്ന് തന്നെ എഴുതണം.
അപ്പൊ ഈ Zn 2 പ്ലസ് ബാർ Zn മൈനസ് ഈ ഷീ, അപ്പൊ അതിന്റെ അകത്ത് ഷീയുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പൊ നമുക്ക് ആ സെല്ല് ഈ സെല്ല് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഈ Zn 2 പ്ലസ് ബാർ Zn. അതിന്റെ വാല്യൂ കാണാണ്ട് പഠിക്കണം. എത്രയാണ്? -0.76. അത് ഞാൻ എഴുതി തന്നോളാം നിങ്ങൾക്ക്. -0.76 എന്നാണ് ഈ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. -0.76. ഇനി ഇത് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഏതൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, ഷീയുമായിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എനി ഡൗട്ട്? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വെക്കാം. എഴുതിക്കോളൂ. ആ ഈ ഷീ ഇലക്ട്രോഡ് എപ്പോഴും ആനോഡായിട്ടാണ് എടുക്കുള്ളൂ. അപ്പൊ എഴുതിക്കോ, മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ഹെഡിങ് കൊടുക്കുക. മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്നിട്ട് എഴുതിക്കൊള്ളുക, ഫോർ ദ മെഷർമെന്റ് ഓഫ് electrode potential of any electrode comma we should couple എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വെക്കാന്ന് അർത്ഥമുള്ളൂ കേട്ടോ. we should couple that electrode with standard hydrogen electrode. ബ്രാക്കറ്റില് ഷീ എഴുതുമ്പോ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതണം കേട്ടോ. ബ്രാക്കറ്റില് ഷീ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ഷീ, SHE, ഷീ. അതായത് ഏതൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ഷീയുമായിട്ട് കപ്പിൾ ചെയ്യണം. അതാണ് പറഞ്ഞേക്കണതിന്റെ അർത്ഥം, ഷീയുമായിട്ട് കപ്പിൾ ചെയ്യാം. ഇനി എന്താണ് ഷീ എന്നുള്ളത് നമുക്ക് താഴെ എഴുതാം. എഴുതിക്കൊള്ളുക, ഷീ കൺസിസ്റ്റ് ഓഫ്, അടുത്ത പാരഗ്രാഫ്, ഷീ കൺസിസ്റ്റ് ഓഫ് a platinum electrode. Which is dipped in 1 molar HCl solution. And pure hydrogen gas at 1 bar pressure and 298 Kelvin is passed through it. By convention, comma, the electrode potential of She is taken as 0. അത് അണ്ടർലൈൻ ചെയ്യുക. The electrode potential of She is taken as 0. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുക. ഷീയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ഇനി ഷീയുടെ പടം വരയ്ക്കാനുള്ള സ്ഥലം വിടുക. പടം നിങ്ങൾ എവിടെ നോക്കി വരയ്ക്കണം? പുസ്തകത്തിൽ നോക്കി വരയ്ക്കണം. ഞാൻ വരച്ചേക്കുന്ന പടം വരയ്ക്കണ്ട. പുസ്തകത്തിൽ ഷീയുടെ പടം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എടുത്തു നോക്കിക്കേ. എല്ലാവരും പുസ്തകം എടുത്തേ. എല്ലാവരും 3rd ചാപ്റ്റർ എടുത്തേ.
മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 3.2.1 കണ്ടോ? അതിന്റെ അകത്ത് ഷീയുടെ പടം കൊടുത്തേക്കണോ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഷീ. ആ പടം നോക്കി വരയ്ക്കണം. വളരെ ചെറിയ പടമാണ്, അത് നോക്കി വരയ്ക്കുക കേട്ടോ. SHE ഷീയുടെ പടം അവിടെ നോക്കി ഇതിനകത്തേക്ക് വരയ്ക്കുക. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഷീനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതുക. എല്ലാവരും എഴുതുക റെപ്രസെന്റേഷൻ ഓഫ് ഷീ എന്ന് കൊടുക്കുക. അടുത്ത പടം വരയ്ക്കാനുള്ള സ്ഥലം വിടുക കേട്ടോ. ആ പടം കണ്ടാൽ അറിയാലോ എന്തോ ഒരു സ്ഥലം വിടണമെന്ന്. ഒരു ഹാഫ് പേജ് വിട്ടേക്കുക, എന്നിട്ട് റെപ്രസെന്റേഷൻ ഓഫ് ഷീ എന്ന് കൊടുക്കുക. റെപ്രസെന്റേഷൻ ഓഫ് ഷീ. ഷീനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഷീനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് താഴെ എഴുതാൻ നോക്കിക്കോളുക. എന്നിട്ട് താഴെ എഴുതിക്കൊള്ളുക. നമുക്ക് ആരാണുള്ളത്? പ്ലാറ്റിനം അല്ലെ? പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണുള്ളത്. അത് സോളിഡ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? 1 മോളാർ HCl മുക്കി വെച്ചേക്കുവാണ്. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നമുക്കപ്പോ ഹൈഡ്രജൻ എന്നിട്ട് ബ്രാക്കറ്റിൽ അത് ഗ്യാസ് ആണ്. 1 ബാർ പ്രഷറിലാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും അത് അതിൻ്റെ അകത്തേക്കാണ് മുക്കി വെച്ചിരിക്കുന്നത് HCl നമ്മൾ H+ എന്ന് എഴുതിയാൽ മതി. HCl മൊത്തം എഴുതണ്ട, H+ എഴുതിയാൽ മതി. അത് അക്വസ് ആണ്, 1 മോളാർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഷീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലാറ്റിനം ബാർ ഹൈഡ്രജൻ ബാർ H+. ഇതാണ് ഷീ. ഇങ്ങനെയാണ് നമ്മൾ ഷീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുക്കുക മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ യൂസിംഗ് ഷീ ഉപയോഗിച്ച് എങ്ങനെയാണ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? യൂസിംഗ് ഷീ. എന്നിട്ട് നിങ്ങൾ താഴെ എഴുതിക്കൊള്ളുക ഫോർ ദ മെഷർമെന്റ് ഓഫ് electrode potential of copper. For the measurement of electrode potential of copper, comma, it should be coupled with the She. It should be coupled with the She. It should be coupled with the She. Full stop. The cell can be represented as. The cell can be represented as. The cell can be represented as. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കുന്നു എന്ന് പറയാമോ? ഡയഗ്രാം അല്ല ഉദ്ദേശിക്കുന്നത്, സെൽ റെപ്രസെന്റേഷൻ അക്കോർഡിംഗ് ടു കൺവെൻഷൻ. ഈ ഷീനെയും കോപ്പറിനെയും കൂടെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിനെ നിങ്ങൾ എങ്ങനെ, ഇപ്പൊ ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എഴുതന്നിട്ടില്ലേ? Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu, അങ്ങനെ എഴുതന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഷീനെയും കോപ്പറിനെയും കൂടെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ആ സെല്ലിനെ എങ്ങനെ എഴുതും? നമ്മുടെ കൺവെൻഷൻ എന്താ? ലെഫ്റ്റ് സൈഡിൽ ആരെ എഴുതണം? ആനോഡിനെ എഴുതണം. റൈറ്റ് സൈഡിൽ ആരെ എഴുതണം? കാഥോഡിനെ എഴുതണം. ആനോഡിനെ എഴുതുമ്പോൾ ആദ്യം ഇലക്ട്രോഡ് എഴുതണം, പിന്നെ ഇലക്ട്രോലൈറ്റ് എഴുതണം. കാഥോഡിനെ എഴുതുമ്പോൾ ആദ്യം ഇലക്ട്രോലൈറ്റ് എഴുതണം, പിന്നെ ഇലക്ട്രോഡ് എഴുതണം. അതാണ് കൺവെൻഷൻ. അപ്പൊ ഈ സാധനം എങ്ങനെ എഴുതും? ഷീ എങ്ങനെ എഴുതും പറയാമോ ആർക്കെങ്കിലും? അബീനയ്ക്ക് പറയാമോ എങ്ങനെ എഴുതുന്നത്? PT ബാർ H പ്ലസ് ഡബിൾ ബാർ PT ബാർ H2 ബാർ H പ്ലസ്, അതാണ് ഷീ. H2 ബാർ H പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ എഴുതേണ്ടത്. ആദ്യം നമ്മൾ, അതായത് നിങ്ങൾ ആലോചിക്കുക, ഷീനെയും കോപ്പറിനെയാണ് കപ്പിൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആരാണ് ആനോഡ്? ഞാൻ എപ്പോഴും പറഞ്ഞു ഷീ ആണ് ആനോഡ്. ഷീനെ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലേ എടുക്കാവുള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്ന ആളാണ് ആനോഡ്.
അപ്പൊ ആനോഡിനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതും? ആദ്യം ഷീനെ എഴുതുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? പി ടി ബാർ, എന്റെ താഴെ നിങ്ങൾ എഴുതുക പി ടി സോളിഡ് ബാർ ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷർ ബാർ H പ്ലസ് ഇൻ ദ അക്വസ് സ്റ്റേറ്റ് 1 മോളാർ. ഇതാണ് ഷീ. ഷീ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആനോട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ട് ബ്രിഡ്ജ് വരയ്ക്കണം, ഡബിൾ ബാർ. ഇനി നമ്മൾ കോപ്പറിനെ അല്ലേ കപ്പിൾ ചെയ്തിരിക്കുന്നത്. ഇനി കോപ്പർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് കോപ്പർ ഏത് സൊല്യൂഷനിലാണ് മുക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ Cu2+ ആണ് എഴുതുന്നത്. അത് അക്വസ് ആണ്. ബാർ പിന്നെ കോപ്പർ. ഇതാണ് ആ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ കോപ്പറും ഷീയും കൂടെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെല്ലിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇന്ന് കോളേജിൽ കുറച്ച് നേരത്തെ പോയിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പൊ 7:15 വരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമ്മൾ നാളെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Yes, sir. Thank you, sir.